നമസ്കാരം. ഹിന്ദുക്കൾ കാലാകാലങ്ങളായി തങ്ങളുടെ ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമുള്ള പുണ്യഭൂമിയാണ് ശബരിമല. അത് പൂർണ്ണമായും മതപരമായ ഒരു ആരാധനാലയമാണ്. അവിടെ ഏതു പ്രായത്തിലുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കണം വേണ്ടയോ എന്നത് ഹിന്ദു ആചാരപ്രകാരവും അവിടുത്തെ വിശ്വാസികളുടെയും തന്ത്രിമാരുടെയും നേതൃത്വത്തിലും എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരല്ല വന്ന് വാശി കാണിക്കേണ്ടത്. എന്നാൽ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സ്വന്തം അഹങ്കാരവും ഈശ്വര വിശ്വാസികളോടുള്ള കടുത്ത പുച്ഛവും കാരണമാണ് ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ പോലീസ് സംരക്ഷണയിൽ പിൻവാതിലിലൂടെ സ്ത്രീകളെ കയറ്റുന്നത്. അന്ന് അതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച 29,119 പാവപ്പെട്ട അയ്യപ്പ ഭക്തർക്കെതിരെയാണ് പിണറായി സർക്കാർ 2,624 കള്ളക്കേസുകൾ എടുത്ത് പൂഴ്ത്തിവെച്ചത്. ഭരണം മാറിയതോടെ ആ കേസുകളെല്ലാം പിൻവലിച്ച് ഭക്തർക്കൊപ്പം നിൽക്കുകയാണ് പുതിയ UDF സർക്കാർ. നമുക്കന്ന് 2018 സുപ്രീം കോടതി വിധിയുടെ മറവിൽ പിണറായി സർക്കാർ കാട്ടിയ ആ കൊടും ക്രൂരതകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. വിധി വന്ന ഉടൻ തന്നെ വിശ്വാസികളുടെ വികാരം മാനിക്കാതെ ആചാരങ്ങൾ തകർക്കാൻ വേണ്ടി ആക്ടിവിസ്റ്റുകളായ കവിത ജക്കാലെയും രഹ്ന ഫാത്തിമയും ഒക്കെ പോലീസ് ഹെൽമറ്റും ജാക്കറ്റും ധരിപ്പിച്ച് സന്നിധാനത്തേക്ക് കയറ്റാൻ പിണറായിയുടെ പോലീസ് നെട്ടോടുമൂടി. ഭക്തരുടെ കടുത്ത പ്രതിഷേധം കാരണം അവർക്ക് മടങ്ങേണ്ടി വന്നെങ്കിലും ഒടുവിൽ 2019 ജനുവരി 2-ന് ബിന്ദു അമ്മിണി, കനകദുർഗ എന്നീ 2 സ്ത്രീകളെ കനത്ത പോലീസ് കാവലിൽ പിൻവാതിലിലൂടെ സന്നിധാനത്തെത്തിച്ച് പിണറായി വിജയൻ സർക്കാർ വാശി തീർത്തു. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുമെന്ന് അന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ ദേവസ്വം ബോർഡിനെ പോലും ഭീഷണിപ്പെടുത്തി സർക്കാരിനൊപ്പം നിർത്താനാണ് പിണറായി ശ്രമിച്ചത്. കോടതിയിൽ കേസ് നടന്നപ്പോൾ പാരമ്പര്യം സംരക്ഷിക്കുന്ന NSSന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് K പരാശരൻ ഉന്നയിച്ച വാദങ്ങൾ ഇന്നും പ്രസക്തമാണ്. കോടതി വെറും ആക്ടിവിസ്റ്റുകളുടെ വാദം മാത്രം കേട്ടാൽ പോരാ, കാലങ്ങളായി പാരമ്പര്യം സംരക്ഷിക്കുന്ന വിശ്വാസികളുടെ വാദവും കേൾക്കണം. ശബരിമലയിലെ ആചാരങ്ങളെ സതിയുമായി താരതമ്യം ചെയ്യരുത്. സതിക്ക് ഹിന്ദു വിശ്വാസത്തിൽ ഒരു സ്ഥാനവുമില്ല. ശബരിമലയിലെ ആചാരങ്ങളിൽ മാറ്റം വരുത്തുന്നത് ക്ഷേത്രത്തിന്റെ കോർ സ്വഭാവത്തെ ബാധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ വാദം. എന്നാൽ ഈ വാദങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കേരളത്തിലെ തെരുവുകളിൽ പിണറായിയുടെ പോലീസ് ഭക്തരെ വേട്ടയാടിയത്. നാമജപ ഘോഷയാത്ര നടത്തിയ അമ്മമാരെയും പ്രായമായവരെ പോലും ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു. ആ അക്രമങ്ങൾക്കിടയിൽ ഒരു അയ്യപ്പ ഭക്തൻ മരണപ്പെടുക വരെ ചെയ്തു. ഇത്രയൊക്കെ ക്രൂരതകൾ സ്വന്തം നാട്ടിലെ ജനങ്ങളോട് കാണിച്ചിട്ടും പിണറായി വിജയൻ ഭരിച്ച 10 വർഷക്കാലം ഈ കേസുകളിൽ ഒന്നുപോലും തള്ളിക്കളയാനോ ഭക്തർക്ക് ആശ്വാസം നൽകാനോ ആ സർക്കാർ തയ്യാറായില്ല. കാരണം അവരുടെ കമ്മ്യൂണിസ്റ്റ് അഹങ്കാരം അതിന് അനുവദിച്ചില്ല. എന്നാൽ ഇന്ന് പുതിയ UDF സർക്കാർ അധികാരത്തിലേറിയതോടെ കാര്യങ്ങൾ പൂർണ്ണമായി മാറിമറിഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ വ്യക്തമാക്കിയത് ശബരിമല പ്രതിഷേധത്തിന്റെ പേരിൽ എടുത്ത മുഴുവൻ ഗുരുതരമല്ലാത്ത കേസുകളും സർക്കാർ അടിയന്തരമായി പിൻവലിക്കുകയാണ് എന്നാണ്. സിവിൽ ക്രിമിനൽ ജസ്റ്റിസ് വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ അധികാര പരിധിയിലായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി VD സതീശനുമായി ആലോചിച്ച് ഭക്തർക്കെതിരെയുള്ള കള്ളക്കേസുകൾ പൂർണ്ണമായും റദ്ദാക്കാൻ ആഭ്യന്തര വകുപ്പ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടാതെ മുൻ ഇടതുപക്ഷ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിച്ച് യുവതീ പ്രവേശനത്തിനെതിരായ വിശ്വാസികളുടെ ഉറച്ച നിലപാട് പുതിയ സത്യവാങ്മൂലവുമായി നൽകാനുള്ള സാധ്യതയും സർക്കാർ പുനഃപരിശോധിക്കുകയാണ്. ദേവസ്വം മന്ത്രി K മുരളീധരൻ പറഞ്ഞതുപോലെ അയ്യപ്പന്റെ സ്വർണം കവർന്ന ഒരാളെ പോലും ഈ സർക്കാർ വെറുതെ വിടില്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഈ ഒരു നാട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പാർട്ടി ഓഫീസ് അല്ല ശബരിമല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പുതിയ UDF സർക്കാർ വിശ്വാസികൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നത്. അന്ന് ഭക്തരെ തല്ലിച്ചതച്ച് പിൻവാതിലൂടെ ആക്ടിവിസ്റ്റുകളെ കയറ്റി ആചാരലംഘനം നടത്തി പിണറായി വിജയന്റെ കപട നവോത്ഥാനത്തിനാണ് ഇന്ന് ജനങ്ങൾ വോട്ടിലൂടെ അന്ത്യം കുറിച്ചത്. പാവപ്പെട്ട അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത 26,000-ലധികം കള്ളക്കേസുകൾ റദ്ദാക്കിക്കൊണ്ട് പുതിയ സർക്കാർ നീതി നടപ്പാക്കുമ്പോൾ തോറ്റു പുറത്തിരിക്കുന്ന പിണറായി വിജയനും CPM-നും ഇനി ഈ വിഷയത്തിൽ മിണ്ടാൻ പോലും അർഹതയില്ല.